ഈ മനുഷ്യന്മാരുടെ ഏറ്റവും വലിയൊരു ഗുണം അല്ലെങ്കിൽ അതൊരു ദോഷമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് തനിച്ചൊരു ജീവിതമല്ല, നമുക്ക് ആരെങ്കിലൊക്കെ എപ്പോഴും കൂടെ വേണമല്ലേ. അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെയാണ്. ഒരു ഫാമിലി ലൈഫ്, നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഭയങ്കര സന്തുഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ് ഹ്യൂമൻ ബീന്റെ ലൈഫ് എന്ന് പറയുന്നത്. നമ്മൾ മൃഗങ്ങളെയൊക്കെ ഒന്ന് എടുത്തു നോക്കുന്ന പോലെ അവര് ചിലപ്പോൾ പ്രസവിച്ച കുഞ്ഞുങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ പോയിക്കോളാം, ആ രീതിയിൽ. പക്ഷെ നമ്മൾ അങ്ങനെയല്ല ഹ്യൂമൻ ബീൻസ്, നമുക്ക് എപ്പോഴും എല്ലാവരും ചേർത്ത് പിടിച്ചിട്ട് അങ്ങനെ ആയിരിക്കൂലേ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ നമുക്ക് കൂടിയുള്ള ആൾക്കാരായിട്ട് പങ്കിടാനും അതേപോലെ തിരിച്ച് അവരുടെ കാര്യങ്ങൾ കേൾക്കാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അതേപോലെ തന്നെ അങ്ങനെ ചെയ്യുമ്പോഴാണ് ശരിക്കും ഒരു ഇമ്പമുള്ള ഒരു കുടുംബം, അതേപോലെ ഒരു പേഴ്സൺ, ഒരു നല്ല ഹ്യൂമൻ ബീൻ ആവാ അല്ലേ. എല്ലാവരുടെ ലൈഫും അങ്ങനെ തന്നെ ആയിരിക്കും പോവാ. ഒട്ടുമിക്ക ആൾക്കാർ പറയും എനിക്ക് സംസാരിക്കാൻ ആരുമില്ല, അല്ലെങ്കിൽ എനിക്ക് മിണ്ടാൻ ആരുമില്ല. എന്നാലും നമുക്ക് ആരെങ്കിലൊക്കെ ചുറ്റും ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് അറിയാം ആ വ്യക്തി നമ്മൾ പറയുന്നത് കേൾക്കാൻ താല്പര്യമില്ല, നമ്മൾ സംസാരിക്കും അവരുടെ അടുത്ത്. അപ്പോൾ നമുക്ക് ഒരുപാട് അങ്ങനെയുള്ള കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. പ്രത്യേകിച്ച് വളർന്നു വരുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ നല്ല ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ. അപ്പൊ ജീവിതത്തിൽ നമ്മൾ എല്ലാവരും ആ ഒരു പാതയിലൂടെ പോകുന്ന ആൾക്കാരാണ്. ഏതെങ്കിലുമൊക്കെ സിറ്റുവേഷനിൽ ഇരിക്കുമ്പോഴായിരിക്കും നമുക്ക് തോന്നുന്നത് നമുക്ക് ആരുമില്ല, അല്ലെങ്കിൽ നമുക്കൊന്ന് സംസാരിക്കാൻ ആരുമില്ല എന്നൊക്കെ. പക്ഷെ നമ്മൾ പരോക്ഷമായിട്ട് നോക്കുമ്പോൾ നമുക്ക് ചുറ്റും ഒത്തിരി ആൾക്കാരുണ്ടാവും. നമുക്ക് കൊളീഗ്സ് ആയിരിക്കും, അതേപോലത്തെ ഫ്രണ്ട്സ് ആയിരിക്കും, അല്ലെങ്കിൽ റിലേറ്റീവ്സ്, അങ്ങനെ ഒത്തിരി ആൾക്കാരായിട്ട് നല്ലൊരു ചുറ്റുപാടിലായിരിക്കും നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നുണ്ടാവുക. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ ആരോടും ഷെയർ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അത് ഷെയർ ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ കേട്ടോ. ഇപ്പൊ നമുക്ക് മനസ്സിലാവില്ല, നമുക്ക് ചുറ്റും നിൽക്കുന്ന ആൾക്കാർ നമ്മൾ ഒരുപാട് സ്നേഹത്തിൽ പൊതിഞ്ഞ് നിൽക്കുമ്പോൾ നമുക്ക് തിരിച്ചറിവ് ഉണ്ടാവില്ല അവര് നമ്മൾ പറയുന്നത് കേൾക്കുന്നത് അത് അക്സെപ്റ്റ് ചെയ്യുന്നത് നല്ലൊരു മൈൻഡോടുകൂടിയാണോ അല്ലെങ്കിൽ വേറൊരു മൈൻഡ് അവരിൽ ഉണ്ടോ എന്നുള്ളത്. ഹ്യൂമൻ ബീങ്സിനുള്ള വേറൊരു കാര്യം കൂടി കേട്ടോ. നമ്മൾ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടൊക്കെ കേൾക്കുമ്പോൾ ഓക്കെ അയ്യോ അയ്യോ എന്നൊക്കെ തോന്നുമായിരിക്കും. പക്ഷെ നമ്മളൊരു നല്ല കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ചെറിയ ഇച്ചിരി അസൂയയും ബുദ്ധിമുട്ടൊക്കെ നമ്മൾ മനുഷ്യന്മാർക്ക് തോന്നും, അയ്യോ അവർക്ക് കിട്ടിയല്ലോ എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഇല്ലല്ലോ. പക്ഷെ നമ്മുടെ അടുത്ത് ചിലപ്പോൾ നമുക്കത് കിട്ടിയതിൽ സന്തോഷമായിരിക്കും, എന്നാൽ പോലും ഒരു ഇച്ചിരി അസൂയൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ നമ്മുടെ ഹൃദയത്തിൽ തോന്നൂലേ. അങ്ങനെയാണ് മനുഷ്യരായിരിക്കും. അങ്ങനെയാണ് നമുക്ക് ഇനി നേടണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരാണ് ശരിക്കും മനുഷ്യന്മാര്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലൈഫിൽ വരും. അത് എനിക്കും വരും, നിങ്ങൾക്കും വരും, എല്ലാവർക്കും വരും. അപ്പൊ നമ്മുടെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് അവരോട് ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ലാത്ത, നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പറയാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരു 5 പോയിന്റാണ് ഇതിൽ പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് കേട്ടിട്ട് മനസ്സിലാക്കണം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പൊ എന്റെ ലൈഫിലൊക്കെ എന്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് എനിക്ക് എല്ലാം തുറന്നു പറയാൻ പറ്റുന്ന ഒരാളാണ്. അതേപോലെ അദ്ദേഹത്തിന് എല്ലാ കാര്യവും എന്റെ അടുത്ത് പറയാം. നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തൂണായി നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. നമുക്കറിയാം എത്ര ഡെപ്ത് ഉണ്ട് എന്റെ ഒരു സക്സസ് ആളുടെ ഹൃദയത്തിലും എന്റെ ഒരു സങ്കടം ആളുടെ ഹൃദയത്തിലും ഉള്ളത് ബോധ്യം എനിക്കുണ്ട്. ചില ആൾക്കാർക്ക് അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും കേട്ടോ. ചിലപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ എല്ലാം ഷെയർ ചെയ്യും. അത് ഷെയർ ചെയ്തുകൊണ്ട് ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നില്ല കേട്ടോ. എന്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ആട്ടോ പറയുന്നത്. പക്ഷെ പൊതുവേ നമ്മൾക്ക് നല്ല ഫ്രണ്ട് ആണ് തോന്നും, ചിലപ്പോൾ നല്ല പാർട്ണർ ആണ് തോന്നും, നല്ല പാരന്റ്സ് ആണ് തോന്നും, അങ്ങനെ എന്ത് തോന്നുകയാണെങ്കിലും ആ വ്യക്തികളുടെ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മളല്ലാതെ വേറൊരു വ്യക്തിയായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ എപ്പോഴായാലും ചിന്തിക്കണം കേട്ടോ. ചിലപ്പം നമ്മൾ പറയുന്ന ഈ 5 പോയിന്റിൽ ചില കാര്യങ്ങളൊക്കെ ഇവരോട് പറയുമ്പോൾ ഓക്കെ ആയിരിക്കാം. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ ഇവരോട് പറയുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ ഒരു തോന്നലുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു വ്യക്തി ഒരിക്കലും ഈ 5 കാര്യം ആരെടുത്തും ഷെയർ ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ. അപ്പൊ ആദ്യമായിട്ട് പറയാനുള്ള പോയിന്റ് എന്ന് പറയാൻ, ഡോണ്ട് ഷെയർ യുവർ പ്രോബ്ലം വിത്ത് എനിവൺ. ഒരാളടുത്തും നിങ്ങളുടെ ഉള്ളിലെ പ്രോബ്ലങ്ങളും നിങ്ങളുടെ പ്രശ്നങ്ങളും ഷെയർ ചെയ്യാതിരിക്കാം. ഇപ്പൊ വിചാരിക്കും, ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നല്ലൊരു സോൾമേറ്റ് ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടാവായിരിക്കും. പക്ഷെ അതേ അളവിൽ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിന്റെ നടുവിൽ ഇരുന്നിട്ട് നമ്മൾ പറയാണ്, നമ്മുടെ ഒരു ഏറ്റവും വലിയൊരു പ്രോബ്ലത്തെ പറ്റിയിട്ട് പറയാണ്, നമ്മൾ അത് അത്രയും ഡീപ്പിൽ നമ്മൾ അത്ര ഹേർട്ട് ചെയ്തിട്ടുണ്ടാവും, അത്രയും വിഷമിപ്പിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ അത് ആ ഒരു ജേർണിയിലൂടെ കടന്നു പോകുന്നത് അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും. ഈ ഒരു കാര്യം നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ ഇരുന്ന് പറയുമ്പോൾ അതിൽ എത്ര പേര് അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവും, നിങ്ങളുടെ ആ വേദനയെ മനസ്സിലാക്കുന്നുണ്ടാവും. ചിലപ്പോൾ അതിൽ ഒരു പേരെങ്കിലും ആ ഒരു നീ അനുഭവിക്കുന്ന ഒരു നഷ്ടത്തെ അവന് കിട്ടിയല്ലോ എന്ന് തോന്നുന്നവരുണ്ടെങ്കിലോ അല്ലെ. നമ്മൾ നമ്മുടെ പ്രോബ്ലങ്ങൾ മറ്റോട് പറഞ്ഞതുകൊണ്ട് എന്ത് ലഭിക്കുന്നു? അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ പാരന്റ്സിന്റെ അടുത്തോ എന്ത് പറയുമ്പോഴും നിങ്ങൾക്ക് എന്താ ലഭിക്കുന്നത്? അവരുടെ ഭാഗത്തുനിന്നും ചിലപ്പം ഒരു സഹായം ലഭിക്കുന്നുണ്ടാവില്ല. കാരണം ഇപ്പൊ നിങ്ങൾക്ക് വന്ന പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ ആയിരിക്കാം, അത് വേറെ ആരും ആയിരിക്കില്ല. പക്ഷെ പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു ആശ്വാസം ഉണ്ടാവും മറ്റുള്ള നിങ്ങൾക്ക് സംസാരിക്കാം അവരുടെ അടുത്ത്. നിങ്ങളുടെ പ്രശ്നം തന്നെ പറഞ്ഞ് സംസാരിക്കണം എന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ എന്തെങ്കിലും, നമ്മളിപ്പം ഓട്ടോമാറ്റിക്കലി ഡയറക്റ്റ് ആയിട്ട് നമ്മളെ പ്രോബ്ലം പറയാതെ അവരോട് നമുക്ക് സംസാരിക്കാം. അപ്പൊ അവരുടെ ഭാഗത്ത് നിന്ന് ചില മോട്ടിവേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുമ്പോൾ നമ്മുടെ ആശ്വാസമാണ്. പക്ഷെ നിങ്ങളുടെ പ്രോബ്ലങ്ങൾ അതുപോലെ തന്നെ പറയാതിരിക്കുന്നതാണ് ബെറ്റർ. ഇപ്പൊ നമ്മുടെ പാരന്റ്സിനോടാ പറയുന്നെങ്കിൽ ചിലപ്പം അവരും ഭയങ്കരമായിട്ട് വറി ആവാം, ഭയങ്കരമായിട്ട് ടെൻസ്ഡ് ആവാം, അതിന്റെ രീതിയിലുള്ള അവരുടെ റിയാക്ഷൻസ് വരാം അല്ലെ. അത് നമ്മൾ എത്രത്തോളം ഡൗൺ ആക്കും. നമ്മുടെ പാർട്ട്ണർ അടുത്താണെങ്കിലും. അപ്പൊ നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതിരിക്കാം. അത് നമ്മളെ കൊണ്ട് മാത്രം സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കാം. അപ്പൊ നമ്മളത് സോൾവ് ചെയ്യാനുള്ള വഴി കാണാൻ, സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മറ്റുള്ളവരോട് സംസാരിച്ച് അല്ലെങ്കിൽ അവരോട് ഷെയർ ചെയ്തിട്ട് ഒരു ആശ്വാസം വേണമെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ പ്രശ്നങ്ങൾ അങ്ങ് പറയാതെ
നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാം. നിങ്ങളുടെ മൈൻഡ് ഡൗൺ ആണ്, അല്ലെങ്കിൽ കുറച്ച് വർക്ക് പ്രഷർ ഉണ്ട്, എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടൊക്കെ സംസാരിക്കാം. അതായത് ഡയറക്റ്റ് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയാതിരിക്കുക. നിങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, ആ വ്യക്തി എങ്ങനെയാണെന്ന് അറിയില്ലെങ്കിൽ, ചില വ്യക്തികൾ നിങ്ങളുടെ ആ പ്രശ്നങ്ങളെ സന്തോഷമായിട്ട് എടുക്കാം. ചില വ്യക്തികളാണെങ്കിൽ അത് ടെൻസ്ഡ് ആയിട്ട് എടുക്കാം. നമ്മുടെ പാർട്ട്ണറോ പാരന്റ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ടെൻഷൻ ആക്കാം. അതിന്റെ ആ ഒരു സൈഡ് എഫക്ട് നമുക്ക് ഒരുപാട് നമ്മൾ വിഷമിപ്പിക്കും. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കാര്യം പറയാതിരിക്കുന്നതാണ് ബെറ്റർ. ദ സീക്രട്ട് ഓഫ് യുവർ സക്സസ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സക്സസ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നേടിയിട്ടുണ്ടാവും. ആ നേടിയിട്ടുണ്ട് നിങ്ങൾക്ക് വഴിയും കാര്യങ്ങളൊക്കെ പറയാം. പക്ഷെ ഒരു എന്തെങ്കിലും ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു സീക്രട്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിന് അടുത്ത് ഷെയർ ചെയ്യാതിരിക്കാം. കാരണം ഒരുപാട് മില്യണറായ ആൾക്കാർക്കൊക്കെ അവരുടേതായ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, അവർക്ക് അവരുടേതായ ഒരു വഴി ഉണ്ടായിരുന്നു. നമ്മളൊന്ന് ഇച്ചിരി സക്സസ് ആകുമ്പോഴേക്കും നമ്മൾ വന്നിട്ട് നമ്മൾ ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്യുമ്പോൾ ഈ എല്ലാവരും നമുക്ക് ചുറ്റുമുള്ള, നമ്മൾ ഈ സ്നേഹത്തോട് സംസാരിക്കുന്ന എല്ലാവരും നമ്മൾ താഴ്ന്നു കിടക്കുന്ന സമയത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിട്ടുണ്ടായിരിക്കും. നന്നാവും, നീ അത് ചെയ്യടാ ഇത് ചെയ്യടാ എന്നിട്ട് ചിലപ്പോൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ ഒരു ഫോക്കസിൽ നമുക്ക് നോക്കുമ്പോഴേക്കും അവരൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളത്. നമ്മൾ സക്സസ് ആയിട്ട് കാണുന്ന സമയത്ത് അവരുടെ ഉള്ളിലേക്ക് ഒരു തോന്നലുണ്ടാവും, എന്നെ കൊണ്ട് പറ്റിയില്ലല്ലോ, എനിക്ക് പറ്റിയില്ലല്ലോ എന്നുള്ളത്. അതെല്ലാം ഹ്യൂമൻ ബീനും ഉണ്ടാവും കേട്ടോ. അതിന്റെ പേരിൽ നിങ്ങൾക്ക് എതിരെ നിൽക്കുന്നല്ല, അങ്ങനെ എതിരെ നിൽക്കുന്നവരുണ്ട്, നിൽക്കാത്തവരും ഉണ്ട് കേട്ടോ. എന്നാലും ഉള്ളിൽ ഇങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവാം. അപ്പൊ നമ്മൾ നമ്മുടെ സീക്രട്ടും കാര്യങ്ങളും അത് എപ്പോഴും ഒരു പേഴ്സണൽ ആയിട്ട് തന്നെ വെക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിന് നിങ്ങൾ സക്സസ് ആക്കി കൊണ്ടുപോകുന്ന നിങ്ങളുടെ ആ ഒരു പ്ലാനിനെ നിങ്ങൾക്ക് മറ്റുള്ളവരെ ഉപദേശിക്കാം, അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യാം, അത് തെറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു വഴി ഉണ്ടാവും, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു പ്ലാൻ ഉണ്ടാവും. അത് അതേപോലെ വേറൊരാൾക്ക് അപ്ലൈ ചെയ്യാൻ കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുത്താൽ അതിന്റെ ഒരു ആവശ്യമില്ല. ഇത് നിങ്ങളുടെ ഓൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് എപ്പോഴും സീക്രട്ട് ആയിട്ട് വെക്കാം കേട്ടോ. നമ്മുടെ ലൈഫിൽ കുറെ കാര്യങ്ങൾ ഇതേപോലെ സീക്രട്ട് ആയിട്ട് തന്നെ ഇരിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ സക്സസ് ആയിട്ടുള്ള, നമ്മുടെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടാണ്, നമ്മുടെ ജോലിയുടെ റിലേറ്റഡ് ആയിട്ടാണെങ്കിൽ, നമ്മുടെ ബിസിനസ് ഇങ്ങനെ എന്തായാലും നിങ്ങൾ സക്സസ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അതിനൊരു പരിധി. ഇപ്പൊ നമ്മുടെ ഒരു ഫാമിലി ലൈഫ് എന്ന് പറയുന്നില്ലേ, ഞാനും എന്റെ ഹസ്ബൻഡും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് വളരെ സക്സസ്ഫുൾ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഇടയിൽ ഒരു സീക്രട്ട് ഉണ്ട്, അല്ലെങ്കിൽ ഒരു കൂട്ടുണ്ട്. ആ കൂട്ട് നമ്മൾ ഇതിന്റെ മറ്റുള്ളവർക്ക് പറയേണ്ട ആവശ്യം, നമ്മുടെ ലൈഫിന്റെ ഇടയിലുള്ള കാര്യമല്ലേ, അത് പറയാതിരിക്കുക. അതിന് ഒരു ബ്യൂട്ടിഫുൾ ഉണ്ട്, അതിനായ ഒരു ഒരു മോൾഡ് ആയിട്ട് ഒരു കാര്യമുണ്ട്. അത് നമ്മൾ മറ്റൊരു സീക്രട്ട് അത് പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഈ സീക്രട്ട് കൊണ്ട് അവർക്ക് ഒരു ഉപകാരമില്ല. അവരത് ഫോളോ ചെയ്യുകയാണെങ്കിൽ പോലും അവർക്ക് സംഭവിക്കില്ല. അത് നിങ്ങളുടേത് മാത്രമാണ്. അപ്പൊ അത് ഷെയർ ചെയ്യാതിരിക്കുക. അത് എപ്പോഴും ഒരു സീക്രട്ട് ആയിട്ടും എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു കാര്യമായിട്ട് ഇരിക്കുന്നതാണ് ബെറ്റർ. അതാണ് ബ്യൂട്ടിഫുൾ. ഡോണ്ട് ഷെയർ യുവർ ഡ്രീം വിത്ത് എനിവൺ. ഈ കാര്യം ഞാൻ എന്റെ എല്ലാ വീഡിയോസിലും പൊതുവേ പറയാറുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡ്രീമോ എന്തെങ്കിലും അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആരെടുത്തും ഷെയർ ചെയ്യാതിരിക്കാം. ഒരു പക്ഷേ നിങ്ങൾ ഈ പറയുന്നതൊക്കെ കേൾക്കുന്ന ആൾക്കാരുണ്ടാവുമായിരിക്കാം നിങ്ങൾക്ക് ചുറ്റും. അത് ചിലപ്പോൾ കേൾക്കും, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമായിരിക്കും. പക്ഷെ അതിൽ കുറച്ചു പേരെങ്കിലും നിങ്ങൾ പറയുന്ന ഡ്രീമിനെ, ഇത് നിന്നെ കൊണ്ട് പറ്റുമോ, ഇതിനെ കൊണ്ടാവുന്ന കാര്യമാണോ, ഇതൊക്കെ പാതി വഴിക്ക് പോകട്ടോ, ഇതെങ്ങനെ ഇതൊക്കെ പൊക്കിക്കൊണ്ടുപോവാ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാരും കേട്ടോ. ഇത് നിങ്ങളെ എത്രത്തോളം ബാധിക്കും? നിങ്ങൾ ഒരു കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കുന്നതിനേക്കാൾ മുമ്പേ നെഗറ്റീവ് ഇത് നിങ്ങൾ എത്രത്തോളം ബാധിക്കുന്നുണ്ടാവും നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന കാര്യത്തെ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഡ്രീം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സക്സസ് ആക്കിയിട്ട് മറ്റുള്ളവർക്ക് കാണിക്കാം. അതിന് ഫോർ എക്സാമ്പിൾ ആയിട്ട് തന്നെ പറയാട്ടോ, എനിക്ക് ആദ്യം ഒരു ചാനൽ ഉണ്ടായിരുന്നു. അത് എല്ലായിടത്തും കൊട്ടിഘോഷിച്ചിട്ടായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു കുക്കിംഗ് ചാനലായിരുന്നു. എനിക്ക് നല്ല രീതിയിലാണെങ്കിലും ആൾക്കാർ നല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് പറഞ്ഞു വരാറെങ്കിലും അതിൽ എനിക്ക് എപ്പോഴും ഒരു എന്തോ ഒന്ന് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. ഒരു പരിഹാസമാണോ, അല്ലെങ്കിൽ ഒരു എന്താണെന്നറിയില്ല. അപ്പൊ ഇങ്ങനെ തോന്നാറുണ്ട്. എല്ലാവരും അല്ല കേട്ടോ, ചില വ്യക്തികളിൽ നിന്നൊക്കെ തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പം എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനിത് ഈ സെക്കൻഡ് ചാനൽ, അത് എനിക്ക് കുറെ കാരണങ്ങളാൽ നിർത്തി വെക്കേണ്ടി പറ്റു. അപ്പൊ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നിങ്ങൾ ആരോടും പറഞ്ഞില്ല പറഞ്ഞാൽ ആരോടും പറഞ്ഞില്ല. എന്റെ ചാനൽ ഓടി തുടങ്ങി ആയിട്ട് കുറച്ചൊക്കെ ആൾക്കാർ വ്യൂ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് എന്നിലെ റിലേറ്റീവ്സും നെയ്ബേഴ്സും അങ്ങനെയുള്ള ഫ്രണ്ട്സ് ഒക്കെ കുറച്ച് പേര് കണ്ടിട്ട് എൻ്റെ അടുത്ത് ചോദിക്കാൻ തുടങ്ങി, ഇങ്ങനെ ഒന്നും ഉണ്ടോന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ ഉണ്ട് എന്നുള്ളത്. ആവശ്യമുള്ളവർ കാണണം, ആവശ്യമില്ലാത്ത ആൾക്കാർക്ക് നമ്മൾ ഫോഴ്സ് ചെയ്ത് തന്നിട്ട് കാര്യമില്ല. അത് ഓരോരുത്തരുടെയും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആഗ്രഹമാണ്. കാണാൻ ഇഷ്ടമുള്ളവരെ കാണാതെ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ചാനലിൽ അല്ലെങ്കിൽ ഇതിൽ വർക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ട, ഫോളോ ചെയ്യേണ്ട കാര്യം എന്നുള്ള കാര്യം ഞാൻ പഠിച്ചിട്ടാണ് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ താല്പര്യമില്ലാത്തതും അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ആൾക്കാരുടെ ഇടയിലേക്ക് ഞാൻ ഇത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ. അപ്പം ഒരുപാട് പേരുടെ ഭാഗത്ത് നമുക്ക് എനിക്ക് കേൾക്കാൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു, ഇത് പാതി വഴിക്ക് ഇടുന്നല്ലേ. ഞാൻ ആദ്യത്തെ ചാനൽ പാതി വഴിക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനൊരു വലിയൊരു റീസൺ ഉണ്ട്. അതുകൊണ്ടാണ് അത് പാതി വഴിക്ക് പോയത്. പക്ഷെ അതൊന്നും നമുക്ക് എല്ലായിടത്തും പോയി പറയാൻ പറ്റില്ല. അപ്പൊ അവരുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു ചോദ്യമാണ്. നമുക്ക് ചിലപ്പോൾ പാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാം. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ ഡൗൺ ആയിട്ടുണ്ടാവാം, എന്തെങ്കിലും നമ്മളെ കൊണ്ട് പറ്റാത്തതായിരിക്കും, നമ്മൾ ഇതുവരെ എടുക്കാത്ത കാര്യങ്ങളായിരിക്കാം നമ്മൾ ഈ പറയുന്ന ഡ്രീം. പക്ഷേ അതിന് ചിലപ്പോൾ ഇത് പാതി വഴിക്കിടില്ലേ, അല്ലെങ്കിൽ എനിക്കിത് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഒരുപാട് പേരുടെ ഭാഗത്ത് നിന്ന് കേൾക്കാൻ. അപ്പൊ നിങ്ങളൊന്ന് വിശ്വസിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഒരു ഡ്രീം ഉണ്ടോ?
ആ ഡ്രീം നിങ്ങൾ പ്ലാൻ ചെയ്യുക, മുന്നോട്ട് കൊണ്ടുപോവുക. അത് ഒരു സമയത്ത് എത്തുമ്പം അവർ ബാക്കിയുള്ളവർ ഓട്ടോമാറ്റിക്കലി അറിഞ്ഞിട്ട് നിങ്ങളത് ചോദിക്കാൻ തുടങ്ങും. അങ്ങനെയാണ് ബെറ്റർ എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം പിന്നെ അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾ ഈ ആൾക്കാരോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് ഇതുപോലത്തെ ഒരുപാട് ചോദ്യങ്ങളും കാര്യങ്ങളും വരുമ്പോൾ നമ്മൾ തന്നെ ഒന്ന് ഡൗൺ ആയി പോകും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡ്രീം ആരോടും നിങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുന്നത് ബെറ്റർ. ഡോണ്ട് ഷെയർ യുവർ ഫാമിലി പ്രോബ്ലം വിത്ത് എനിവൺ. ആരെടുത്തും നിങ്ങൾ ഷെയർ ചെയ്യാൻ പാടില്ല നിങ്ങളുടെ ഫാമിലി പ്രോബ്ലം. ഇത് എത്രത്തോളം എഫക്ട് ഉണ്ടെന്നറിയോ? ഒരുപാട് ഫാമിലിയില് നിങ്ങൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഷൗട്ട് ചെയ്ത് അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ച് പുറത്തിറങ്ങി വരുന്ന സമയത്ത് ഒരു പക്ഷേ നിങ്ങൾ ആ ഒരു പ്രഷറിലായിരിക്കും നിങ്ങൾ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് ഷെയർ ചെയ്യുന്നുണ്ടാവുക. അല്ലെങ്കിൽ സ്ത്രീകളായിക്കോട്ടെ ഭയങ്കര ഡൗൺ ആയിട്ട് വിഷമിച്ചിരിക്കുമ്പോഴായിരിക്കും ഒരു ഫ്രണ്ട് വിളിക്കുമ്പോൾ ആ ഫ്രണ്ടിനോട് ഇത് പറയുന്നുണ്ടാവുക. നിങ്ങളുടെ ഒരു ഫാമിലിയിൽ ഉണ്ടാവുന്ന എന്ത് പ്രോബ്ലംസ് ആണെങ്കിലും അത് നിങ്ങളൊരു പുറത്ത് മൂന്നാമതൊരാളത്ത് പറയാതിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു ഗുഡ് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ. അത് ഇപ്പൊ നിങ്ങൾ പറയുന്നത് ഒരു പക്ഷെ നിങ്ങളോട് ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരാളുടെ അടുത്തായിരിക്കാം, പാരന്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം. പക്ഷേ അതും നിങ്ങളുടെ ഓപ്പോസിറ്റ്, നിങ്ങൾ രണ്ടുപേരും അടങ്ങിയ ഒരു സംഭവമാണ് ഫാമിലി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഇടയിൽ ഉണ്ടാവുന്ന പ്രശ്നം ഒരാൾ വഴി ഒരാളെ അറിയുമ്പോൾ മറ്റേ ആള് അവരറിഞ്ഞിട്ടുണ്ട് എന്ന് അറിയുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ, അതൊരു വല്ലാത്തൊരു വിഷമാണ്. അത് അനുഭവിച്ചവർക്കേ അറിയുള്ളൂ. അങ്ങനെ പറയാതിരിക്കുക. നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു സ്പേസ് ഇടാനും ചിന്തിക്കാനുള്ള സമയം കണ്ടെത്താനും എന്നിട്ട് സ്വയം ചിന്തിച്ചിട്ട് എന്ത് വേണമെന്ന് തീരുമാനിക്കാനും രണ്ടുപേരും ഒന്നിച്ചിരുന്നിട്ട് ഇത് ഫാമിലിയെ അറിയിക്കണോ ആരെങ്കിലുമായിട്ട് ഷെയർ ചെയ്യണോ എന്ന് രണ്ടുപേരും കൂടെ തീരുമാനിക്കുക. അല്ലാതെ നിങ്ങളുടെ ഫാമിലി ഇഷ്യൂസ് നിങ്ങളായിട്ട് വേറൊരാൾക്ക് പോയി പറയരുത്. ഇത് നിങ്ങളുടെ ഇടയിൽ നിങ്ങൾക്കൊരു ഗുഡ് റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാട്ടോ. ഇൻ കേസ് നിങ്ങൾ ആരുടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി എത്രമാത്രം ഇത് കേൾക്കുന്നുണ്ടാവും, അല്ലാതെ നിങ്ങൾ അനുഭവിച്ച പെയിന്റെ അതേ പെയിനിൽ അവരത് മനസ്സിലാക്കുന്നുണ്ടാവോ, എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ടാവോ, നിങ്ങളുടെ ഫാമിലി റിലേഷൻഷിപ്പ് കുറച്ചൊക്കെ തകിടം മറിയാണെന്ന് ഓർത്ത് അവർ എൻജോയ് ചെയ്യാണോ, അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ച പെയിൻ അവൻ മനസ്സിലാക്കി കേൾക്കുകയാണോ എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും? നമുക്കൊരു വ്യക്തിയും 100% മനസ്സിലാക്കാൻ പറ്റില്ല. ഒത്തിരി പേര് പറഞ്ഞിട്ടില്ലേ, എന്റെ ആത്മാവായിരുന്നു എന്റെ ഫ്രണ്ട്, പക്ഷെ അവനിൽ നിന്ന് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല, അല്ലെങ്കിൽ എന്റെ അത്രയും ആത്മാവായിരുന്നു എന്റെ പാർട്ട്ണർ, ആ ആളിൽ നിന്ന് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്ന് പറയില്ലേ. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും ആയിരിക്കില്ല ഓരോ മനുഷ്യന്മാരുടെയും ക്യാരക്ടർ. അപ്പൊ ചില കാര്യങ്ങളുണ്ട് അത് നമ്മൾ പറയണമെന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് ഇമോഷണലി ഭയങ്കര ബ്രോക്ക് ആയിട്ടുണ്ടെങ്കിൽ സംസാരിക്കണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ടോപ്പിക്ക് പറയണ നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഞാൻ ഭയങ്കര ഡൗൺ ആണ്, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സംസാരിച്ച് ഒരു മോട്ടിവേഷനൊക്കെ നേടാം, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള എന്താണ് നിങ്ങളുടെ പ്രശ്നം ആ കാര്യത്തിനെ പറഞ്ഞ് സംസാരിക്കാതിരിക്കാൻ ശ്രമിക്കാം. ഇത് നിങ്ങളുടെ ഫാമിലി ലൈഫിൽ വലിയ വിള്ളൽ ഉണ്ടാക്കും. അതേപോലെ തന്നെ ആ കേൾക്കുന്ന വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഒന്നും തിരിച്ചു കിട്ടുന്നില്ലെങ്കിൽ ആ വ്യക്തിക്ക് അത് എൻജോയ് ആയിരിക്കാം, ചിലപ്പോൾ അതൊരു നീ പറഞ്ഞ് കേൾക്കുന്ന ഒരു ടൈം പാസ് ആയിരിക്കാം. അത് നിങ്ങൾക്ക് വലിയൊരു നിങ്ങളുടെ ജീവിത പ്രശ്നം തന്നെ ആയിരിക്കാം. ഇതിപ്പോ ഫാമിലി റിലേഷൻഷിപ്പ് പറയണോ, അച്ഛനമ്മ ആയിട്ടുള്ള അങ്ങനെ ഒരുപാട് റിലേഷൻഷിപ്പിന്റെ ഇടയിലും ഇതേപോലത്തെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. എന്തായി കഴിഞ്ഞാലും ഒരു സ്പേസ് ഇടുക കുറച്ച് സമയത്തേക്ക്, നിങ്ങളും ചിന്തിക്കുക അവർക്കും ചിന്തിക്കാനായിട്ട്. അതിനുശേഷം നിങ്ങൾ സംസാരിക്കുക, നിങ്ങളുടെ ഇടയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പുറത്തുനിന്ന് ഒരാളെ അതിലേക്ക് കൊണ്ടുവരാതിരിക്കുക. ആ വ്യക്തി എത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഡോണ്ട് ഷെയർ വിത്ത് യു എനിവൺ ഹൗ മച്ച് യു ഏൺ. ഇത് കേൾക്കുമ്പോൾ പലപ്പോഴും പലരും വിചാരിക്കും, എനിക്ക് തോന്നുന്നു ഓട്ടോമാറ്റിക്കലി ഒരാൾക്കാരും ഞാൻ എത്ര സാലറി വാങ്ങുന്നു എന്ന് മറ്റൊരിടത്ത് ഷെയർ ചെയ്യാൻ അത്ര ഇഷ്ടപ്പെടാത്ത ആൾക്കാരായിരിക്കും. ഞാനത് ഉറപ്പാണ്. കാരണം പൊതുവെ നമ്മൾ ഏൺ ചെയ്യുന്ന പൈസയെ പറ്റി മറ്റൊരിടത്ത് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ ലൈഫ് സ്റ്റൈൽ കാണുമ്പോൾ തന്നെ ഒരുപാട് പേര് നമ്മളെ കാറ്റഗറൈസ് ചെയ്യും, നമ്മൾ ഏത് രീതിയിലാണ് സാലറി മേടിക്കുന്നതെന്നും എങ്ങനെയാണ് ലൈഫ് പോണേന്നൊക്കെ ഉള്ളത് നമ്മളായിട്ട് പോയി പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ചില ആൾക്കാരുണ്ട്, ഞാൻ ഇത്ര പൈസ മേടിക്കുന്നത്, അല്ലെങ്കിൽ ഇത്ര പൈസ എനിക്ക് സാലറി എന്നൊക്കെ പറഞ്ഞെടുക്കാം. ഇത് പറഞ്ഞതിന്റെ പേരിൽ ഒരു ബെനിഫിറ്റും ഉണ്ടാവില്ല. പണ്ടുള്ള ആൾക്കാരൊക്കെ, എന്റെ അമ്മയൊക്കെ പറയാറുണ്ട്, പറയരുത് ആരടുത്തും പറയരുത്, കണ്ണേറ് കെട്ടും എന്നൊക്കെ ഉള്ളത്. ഇതൊന്നും എനിക്ക് വിശ്വാസമില്ല കേട്ടോ. അപ്പം എന്റെ ലൈഫിൽ ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള ഏർണിങ്സ് എനിക്ക് കിട്ടാം. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഏർണിങ്സ് നമുക്കുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു രീതിയിലാണ് ജീവിക്കുന്നതെന്ന് മറ്റുള്ളവരോട് നമ്മൾ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് ഒരുപാട് ആവശ്യങ്ങൾ വരും. ഇത് തീർക്കാനേ നമുക്ക് നേരം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഒരു ഒഴിവഴിവ് പറയേണ്ട ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവില്ല, നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ നന്നായിട്ട് ഏൺ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ ഏർണിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ അത്രയും പേഴ്സണൽ ആയിട്ടുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ ഒരിക്കലും അത് ആരോടും പറയേണ്ട ആവശ്യമില്ല. അത് ഇൻ കേസ് നിങ്ങളിപ്പം
ഒരു പാർട്ട്ണർ ആയിട്ട് ഇരിക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വൈഫിന്റെ അടുത്ത് പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല. അവള് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം. അല്ലാതെ അവൾക്കത് ചോദിക്കാനുള്ള റൈറ്റ്സ് പോലില്ല എത്ര നിങ്ങൾ ഏൺ ചെയ്യുന്നു എന്നുള്ളത്. കാരണം അവൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൊടുക്കാനും സപ്പോർട്ട് ചെയ്യാനും പറ്റുന്നുണ്ടെങ്കിൽ അത് മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങളുടെ ആ ഒരു ഇരിപ്പ് വശം എങ്ങനെയാണോ അതനുസരിച്ച് നിങ്ങൾക്ക് ആ വ്യക്തിയോട് പറയാൻ താല്പര്യമുണ്ട് പറയാം. അതിന്റെ ഉപരി ഒരു പാരന്റ്സിനോട് പോലും നിങ്ങൾ ഏൺ ചെയ്യുന്നതിന്റെ എമൗണ്ട് എത്രയാണെന്ന് പറയേണ്ട ആവശ്യമുണ്ട് തോന്നില്ല. അവരുടെ ആവശ്യങ്ങൾ നിങ്ങൾക്ക് നിറവേറ്റാൻ പറ്റുന്നുണ്ടോ? അവരൊരു ആവശ്യം പറയുമ്പോൾ നിറവേറ്റാം. ഇൻ കേസ് നിങ്ങളുടെ സാലറിക്കും എന്താ പറയുക ഇൻക്രീസ് ആയിട്ടാണ് അവിടെ ആവശ്യങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് പറയാം എനിക്ക് ഇത്രയൊന്നും പൈസ ഇല്ല കേട്ടോ, എനിക്ക് ഇത്രയൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അത് നിങ്ങൾക്ക് പറയാം. അത്രയല്ലാതെ നിങ്ങളുടെ എത്രയാണ് എമൗണ്ട്, നിങ്ങൾ എത്രയാണ് ഒരു മാസം അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഏർണിങ്സ് എന്നുള്ള കാര്യം ആരോടും പറയേണ്ട ആവശ്യമില്ല, ആരോടും പറയരുത്. അത് സാലറി ആയിട്ട് അത്രയും ചേരുന്ന ഒരു കാര്യമല്ല. നിങ്ങളുടെ ആ ഒരു സാലറി മറ്റുള്ളവർക്ക് പറയുന്ന ഒരു കാര്യം എനിക്കൊന്ന് പൊതുവെ അധികം ആൾക്കാരും പറയാറുണ്ടാവില്ല. ചില ആൾക്കാരെങ്കിലും പൊങ്ങച്ചത്തിന്റെ പേരിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിൽ മാത്രമായിരിക്കും ചിലപ്പോൾ ഇത് ഷെയർ ചെയ്യുന്നുണ്ടാവുക. അത് കേൾക്കുന്ന ആൾക്കാർക്ക് അത്ര സുഖമുള്ള കാര്യമൊന്നും ആയിരിക്കില്ല. കാരണം നിങ്ങൾ ഏർണിങ്സ് ആർക്കും കൊടുക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ കേൾക്കുന്ന ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അവർക്ക് ഒരു ഭയങ്കരമായിട്ട് ഒരു ഘനായിരിക്കും നമ്മുടെ സാലറി നമ്മൾ മറ്റുള്ളവർക്ക് പറയുന്ന സമയത്ത്. അപ്പൊ അത് പറയാതിരിക്കുന്നതും വളരെ നല്ലൊരു കാര്യമാണ്. അത് നിങ്ങളുടെ അത്രയും പേഴ്സണൽ നിങ്ങളുടെ ഹാർട്ട്ലി പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ആരോടും ഷെയർ ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ. ഇതോടൊപ്പം തന്നെ ഒന്നും കൂടി ചേർക്കാട്ടോ, നിങ്ങളുടെ ദാരിദ്ര്യം നിങ്ങൾ ആരോടും പറയാതിരിക്കുക. നിങ്ങളടുത്ത് പറയാം അയ്യോ സാരില്ലടാ പോട്ടെ എനിക്ക് പൈസ ഇല്ല, അങ്ങനെ നിങ്ങളുടെ എന്തെങ്കിലും ഇല്ലായ്മയെ പറ്റി പറയുന്ന സമയത്ത് പോട്ടടാ എന്നൊക്കെ പറയും. നിങ്ങൾ അവരെ ഒഴിവാക്കിക്കൊണ്ടേ ഇരിക്കൂട്ടോ. ശ്രദ്ധിച്ചോ, നിങ്ങൾ ഇഗ്നോർ ചെയ്തുകൊണ്ടിരിക്കും. കാരണം വില തരില്ല. പണം ഉള്ളവന് മാത്രമേ വില ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ പണം ഉണ്ട് എന്ന് പറയുന്നതും നമ്മൾ അവർക്കൊക്കെ ഒരു കണ്ണേടിയായിരിക്കും. അതും കൂടി ഉണ്ട്. അപ്പൊ നമ്മൾ പണം ഉള്ളതും ഓവറായിട്ട് പറയേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ പണം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീരെ വിലയും കിട്ടാൻ പോകില്ല. നമ്മൾ എങ്ങനെയാണോ ജീവിച്ചു പോകണത് അതുപോലെ ജീവിച്ചു പോവാ. നിങ്ങളുടെ വീട്ടിലെ ചെലവ് ഈ പറയുന്ന ആൾക്കാർ ആരും വന്നിട്ട് ചെയ്തു തരില്ല. നിങ്ങൾക്ക് പണം ഇല്ല എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് പണം ഒരുപാട് ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരുപാട് ആവശ്യങ്ങളായിരിക്കും എല്ലാവർക്കും. വരാ ഒരു ഇത്ര തരുവാടാ നോക്കട്ടെ, അതൊക്കെ നിങ്ങൾ ഇത് പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് ഇത്ര ഏർണിങ്സ് ഉണ്ട് പറഞ്ഞാൽ മാറി നിൽക്കാനും പറ്റാത്തൊരു സിറ്റുവേഷൻ. അതുകൊണ്ട് ഏർണിങ്സ് ആണെങ്കിലും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇല്ലായ്മയാണെങ്കിലും പറയാതിരിക്കുന്നതാണ് ബെറ്റർ. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റുള്ളവരോട് പറയാതിരിക്കാനാണ് ബെറ്റർ. പക്ഷെ നിങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റും കിട്ടാൻ പോകില്ല. പറയാതിരുന്നാലോ അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു സമാധാനത്തോടു കൂടെ പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.